ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങളുമായി സുപ്രീംകോടതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം എന്തിനെന്ന് കോടതി ചോദിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID എന്നിവ ഉൾപ്പെടുത്താമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഈ മാസം 21-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. ബീഹാറിലെ വോട്ടർ പട്ടികയിലെ സമ്പൂർണ്ണ പരിഷ്കരണത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് സുപ്രീംകോടതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് എന്തിനാണ് വോട്ടർ പട്ടികയിൽ പ്രത്യേക പരിഷ്കരണമെന്നും പൌരത്വവുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ നേരത്തെ ആകാമല്ലോ എന്നും കോടതി ചോദിച്ചു. അതേസമയം കഴിഞ്ഞ 20 വർഷത്തിനിടെ ബീഹാറിലെ വോട്ടർ പട്ടികയിലുണ്ടായ ഇരട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ പരിഷ്കരണമെന്നാണ് കമ്മീഷന്റെ വിശദീകരണം. പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലാത്തവർ മാത്രമാണ് പൌരത്വം കാണിക്കുന്ന 11 രേഖകളിലൊന്ന് നൽകേണ്ടതെന്നും നിലവിൽ 60%-ലധികം പേർ ഫോമുകൾ നൽകിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട്. കമ്മീഷൻ പറയുന്ന 11 രേഖകളിൽ എന്തുകൊണ്ട് ആധാർ കാർഡ് ഒഴിവാക്കുന്നെന്ന ചോദ്യത്തിൽ ഈ മാസം 21-നകം സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് പൂർണ്ണ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണം മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടി രാഷ്ട്രീയ പാർട്ടികളും അഭിഭാഷകരുമാണ് സുപ്രീം കോടതിയിൽ ഹർജികൾ നൽകിയത്. ജസ്റ്റിസുമാരായ സുധാൻഷു ദൂലിയ, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ഈ മാസം 28-ന് ഹർജികളിൽ തുടർവാദം കേൾക്കും. മീഡിയ 1, ഡൽഹി.